നമ്മൾ എന്താ എന്നോട് പറഞ്ഞെന്ന് വെച്ചാല്, നിന്നെയൊക്കെ ഫസ്റ്റ് ഇയർ വന്നപ്പോഴേ പിടിച്ച് റാഗ് ചെയ്യാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് സീനിയേഴ്സിനോട് ഈ ബഹുമാനം ഇല്ലാത്തത്. പിന്നെ എന്താ, നിന്നെയൊക്കെ ഞാൻ പിടിച്ച് റാഗ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും വേണം, മിനിമം ലുക്കെങ്കിലും വേണം. അതുപോലും ഇല്ലാത്തതുകൊണ്ടാണ് പിടിച്ച് റാഗ് ചെയ്യാത്തത്. കണ്ടാലേ അറിഞ്ഞൂടെ, വെറും പഴമാണ്, വെറും കിഴങ്ങി ലുക്കാണ്. ഇതിലൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല. വീട്ടുകാരെ ഇങ്ങനെ ആയിരിക്കും. വീട്ടുകാരെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതും ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് വീട്ടുകാരെ തെറി പറയുന്നതെന്ന് ആലോചിക്കണം. ആ കോളേജ് ബസ്സിൽ മിനിമം ഒരു 30 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നതാണ്. അത്രയും പിള്ളേരുടെ ഫ്രണ്ടിൽ വെച്ചാണ് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തത്. കോളേജ് എത്തുന്നവരെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ എന്നിട്ട് ഒന്നും തേച്ച് റിയാക്ട് ചെയ്തില്ല. എന്നെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കോളേജ് എത്തുന്നവരെ. നിങ്ങളുടെ പാർട്ടിയിലെ പാലക്കാട്ടെ സ്ഥിരം തോൽക്കുന്ന ഒരു നേതാവുണ്ടല്ലോ, അയാൾ ഭാര്യയുടെ അച്ഛൻ്റെ കള്ള ഒപ്പിട്ട് ഭാര്യയുടെ അമ്മയെയും അനിയത്തെയും വീട്ടിൽ നിന്നും ഇറക്കിവിട്ട കഥ കേട്ടപ്പോൾ ഇയാൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്ര മാന്യനായി സംസാരിക്കുന്ന കള്ളനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത്തവണ അയാൾ ജയിക്കും, MLA ആകും എന്ന് പലരും പറഞ്ഞപ്പോഴും ഇയാൾ തോൽക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഇങ്ങനെ ക്രൂരത ചെയ്യാൻ പാടില്ലല്ലോ. ഭാര്യയുടെ അച്ഛൻ ബോധമില്ലാതെ കിടക്കുമ്പോൾ വിരലിൻ്റെ കള്ള തമ്പൊക്കെ എടുത്ത് അയാളുടെ എന്താ പറയുക, ഭാര്യയുടെ അമ്മയെയും ഭാര്യയുടെ അനിയത്തെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകന് പറ്റിയ പണിയല്ല. ആൻഡി, ഐ ഫീൽ ബാഡ് ഫോർ യു. പക്ഷേ ഇതാണ് നിങ്ങളുടെ കർമ്മ. ദൈവം ആദ്യം പന പോലെ വളർത്തും, പിന്നെ നിലത്തിടും. നിങ്ങൾ പണ്ട് ഒതുക്കിത്തീർത്ത ബുള്ളിംഗ് ഇഷ്യൂസ് ഓർമ്മയുണ്ടോ? അതിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ നിന്ന ഒരു വിക്ടിം ആണ് ഞാൻ. KK ഫാമിലിയെ കുറിച്ചിട്ട് ശാന്തിവിള ദിനേശൻ എന്താണ് പറയാനുള്ളത്? ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയാലോ. ഞാൻ ഇതുവരെ പറയാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഇനി പറയുന്ന കഥ. ആധുനിക വാർത്താ സങ്കേതങ്ങൾ വഴി അല്ലെങ്കിൽ ആധുനിക വാർത്താ സങ്കേതങ്ങൾ മിഴി തുറന്നപ്പോൾ നമുക്ക് ദിനപത്രങ്ങൾ പോലും വേണ്ടാതായി. ഒപ്പം എന്തും ഏതും പൊതുവേദിയിലിട്ട് അലക്കുന്ന അവസ്ഥയുമുണ്ടായി. വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ തീരേണ്ട പ്രശ്നങ്ങൾ പൊതു ഇടങ്ങളിലിട്ട് ഇപ്പോൾ അലക്കുന്നു. ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും പറയാനാവും. ഗോപ്യമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഇട്ട് അലക്കുന്നു, തൊലിയിരിക്കുന്നു. വിദേശത്ത് നല്ല കാശ് സമ്പാദിക്കുന്ന ദമ്പതിമാരുടെ മകളായിരുന്നു സിന്ധു എന്ന നമ്മുടെ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ടാൻഡം കമ്മ്യൂണിക്കേഷനിൽ ടെലിഫോൺ ഓപ്പറേറ്ററായിരുന്നു കൃഷ്ണകുമാർ. ഒപ്പം ദൂരദർശനിലെ വാർത്താ വായനക്കാരൻ. ദൂരദർശൻ എന്ന അത്ഭുതപ്പെട്ടിയിൽ ഇരുന്ന് സംസാരിക്കുന്ന സുമുഖനായ പയ്യൻ രക്ഷകർത്താക്കളെ ഗൾഫിൽ വിളിച്ച് സംസാരിക്കാൻ സന്ധ്യാനേരത്ത് ടാൻഡത്തിൽ ചെല്ലുന്ന സിന്ധുവിൻ്റെ ഹൃദയത്തിൽ ഇടം നേടി. പെട്ടെന്ന് ഇരുവരും കൊരുത്തു, വിവാഹം കഴിച്ചു. ജാതി മാറ്റം പോലും ഇരുവരും കാര്യമായിട്ടെടുത്തില്ല. സിന്ധുവിൻ്റെ ഭാഗ്യമായിരിക്കണം കൃഷ്ണകുമാർ വച്ചടി വെച്ച് വളർന്ന് തിരക്കോട് തിരക്കായി. തിരക്ക് കുറഞ്ഞപ്പോൾ BJPയിലും ചേർന്നു. നിയമസഭാ സ്ഥാനാർത്ഥിയായി. അവസാനം ഇപ്പോൾ NFDCയുടെ എക്സ് ഒഫീഷ്യൽ തലവൻ വരെയായി. ഈ തിരക്കിനിടയിൽ 4 നല്ല പെൺപിള്ളേരെയും ഇരുവരും കൂടി സൃഷ്ടിച്ചു. എല്ലാം ഭംഗിയായി നടക്കുന്നു. എല്ലാവരും സ്വന്തം വഴിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. എല്ലാം കൊണ്ടും നല്ല വാർത്തകളാണ്. അതിനിടയിലാണ് പുന്നല്ലരിയിൽ കല്ലുകടി എന്ന് പറഞ്ഞ കണക്ക് സിന്ധുവിൻ്റെ അമ്മയുടെ രോദനം പബ്ലിക് ടോക്കാവുന്നത്. അതും സിന്ധുവിൻ്റെ 4 പെൺമക്കളിൽ ഒരേ ഒരാളെ വില്ലത്തിയുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട്. സിന്ധുവിൻ്റെ അച്ഛൻ ഇല്ലാന്ന് തോന്നുന്നു, മരിച്ചു തോന്നുന്നു. അമ്മ ഒറ്റയ്ക്കാവുകയും വയസ്സാവുകയും രോഗപീഠകൾ അലട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ ചെറുപ്പക്കാരിയായിരുന്നപ്പോൾ പെരുമാറിയ പോലെ ഇടപഴകണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് ആവതില്ലാത്തതിനാൽ ഒരു വേലക്കാരിയെ വയ്ക്കണം, അവർക്ക് കൊടുക്കാനുള്ള കാശിൻ്റെ വരുമാനമേ എനിക്കുള്ളൂ, പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഒരമ്മ വിലപിക്കുന്നത്, അതും പരസ്യമായ ഇടങ്ങളിൽ ചെന്നിരുന്ന് വിലപിക്കുന്നത് മോശമാണ്. മക്കൾ തെറിപ്പിക്കുന്ന ചെളി
സിന്ധുവിൻ്റെ ദേഹത്തെ വീഴൂ എന്ന് സിന്ധുവെങ്കിലും ചിന്തിക്കണമായിരുന്നു. ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുമ്പോൾ നമ്മൾ മാതൃക കാണിക്കണം കിഷോകുമാറെ. എന്നാലേ പൊതുജനം നമ്മൾക്ക് വില തരൂ. നിങ്ങളുടെ പാർട്ടിയിലെ പാലക്കാട്ടെ സ്ഥിരം തോൽക്കുന്ന ഒരു നേതാവുണ്ടല്ലോ, അയാൾ ഭാര്യയുടെ അച്ഛൻ്റെ കള്ള ഒപ്പിട്ട് ഭാര്യയുടെ അമ്മയെയും അനിയത്തിയെയും വീട്ടിൽ നിന്നും ഇറക്കിവിട്ട കഥ കേട്ടപ്പോൾ ഇയാൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്ര മാന്യനായി സംസാരിക്കുന്ന കള്ളനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത്തവണ അയാൾ ജയിക്കും, MLA ആകും എന്ന് പലരും പറഞ്ഞപ്പോഴും ഇയാൾ തോൽക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഇങ്ങനെ ക്രൂരത ചെയ്യാൻ പാടില്ലല്ലോ. ഭാര്യയുടെ അച്ഛൻ ബോധമില്ലാതെ കിടക്കുമ്പോൾ വിരലിൻ്റെ കള്ള തമ്പൊക്കെ എടുത്ത് അയാളുടെ എന്താ പറയുക, ഭാര്യയുടെ അമ്മയെയും ഭാര്യയുടെ അനിയത്തിയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകന് പറ്റിയ പണിയല്ല. കിഷോകുമാർ ഈ പ്രശ്നത്തിൽ ഇടപെടണം. അത് എത്രയും വേഗം പരിഹരിക്കണം കിഷോകുമാറെ. കെട്ടുതാലി അറ്റവളെ കരയിപ്പിക്കരുത്, അത് ചിലപ്പോൾ കയറി ഫലിക്കും. അവർ പറയുന്നത് അവരെ സഹായിയായി ഒരു പയ്യനെ ജോലിക്ക് നിർത്തിയിട്ട് അവനോട് കിഷോകുമാറിൻ്റെ മകൾ പറഞ്ഞത്, നീ ജോലിയൊന്നും ചെയ്യണ്ട, ഈ കള്ളക്കിളവി ആരെയൊക്കെ ഫോൺ ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നൊക്കെ നീ റെക്കോർഡ് ചെയ്ത് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞാണെന്ന് ഒരു ജോലിക്കാരനെ നിർത്തി കൊടുത്തത്. അവൻ ഇവിടുത്തെ എല്ലാ വാർത്തകളും ചോർത്തി കിഷോകുമാറിൻ്റെ ആ മകൾക്ക് കൊടുത്തു. മകളാണെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കുട്ടിയാണ്, ഞാൻ പേര് പറയുന്നില്ല, പോട്ടെ. അങ്ങനെയൊക്കെയാണോ ഒരു വയസ്സായ മുത്തശ്ശിയോട് ചെയ്യേണ്ടത്? കിഷോകുമാറിനും അമ്മയും അച്ഛനൊക്കെ ഉള്ളതല്ലേ കിഷോകുമാറെ? സിന്ധുവിൻ്റെ അമ്മ ചിലപ്പോൾ അവർ സാമ്പത്തികമായി ഉന്നതിയിലിരുന്നപ്പോൾ നിങ്ങളെ ചിലപ്പോൾ മൈൻഡ് ചെയ്തില്ലായിരിക്കാം. ഞാൻ അറിഞ്ഞത് കിഷോകുമാറിനൊരു നല്ല തുക വീട് വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ എന്തിനോ തന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. സിന്ധുവിൻ്റെ അച്ഛനോ അമ്മയോ ആരോ, അതൊക്കെ പോട്ടെ. പക്ഷേ സ്വന്തം ഭാര്യയുടെ അമ്മയല്ലേ കിഷോകുമാറെ? നാളെ നിങ്ങളെ ഈ 4 മക്കൾ നിങ്ങളെ ഇതുപോലെ ആയിരിക്കുമല്ലോ. ഫോണും കൊടുത്തൊരു തന്നെ ജോലിക്ക് നിർത്തി കിഷോകുമാർ എന്ത് സംസാരിക്കുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ട് വേണം, എന്നിട്ട് വേണം ആ പട്ടിയുടെ 4 പറയാനെന്നൊക്കെ പറയില്ലേ കിഷോകുമാറെ? കാലം ചിലപ്പോൾ തിരിച്ച് കണക്ക് ചോദിക്കും. ഇതിനപ്പുറം എനിക്ക് ഈ കുടുംബ പ്രശ്നത്തിനെ കുറിച്ച് പറയാനില്ല. അപ്പൊ സുഹൃത്തുക്കളെ കേട്ടല്ലോ, KK ഫാമിലിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് എനിക്കും ഒന്നും സംസാരിക്കാനില്ല. എല്ലാവരും പറയുന്നത് എല്ലാ വീട്ടിലും ഇതുപോലെ ഒരു അമ്മ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു വീട്ടിലും ഒരു അമ്മവും വേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇവിടെ വെച്ച് തരാം. ഇവളെന്താ എന്നോട് പറഞ്ഞെന്ന് വെച്ചാല്, നിന്നെയൊക്കെ ഫസ്റ്റ് ഇയർ വന്നപ്പോഴേ പിടിച്ച് റാഗ് ചെയ്യാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് സീനിയേഴ്സിനോട് ഈ ബഹുമാനം ഇല്ലാത്തത്. പിന്നെ എന്താ, നിന്നെയൊക്കെ ഞാൻ പിടിച്ച് റാഗ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും വേണം, മിനിമം ലുക്കെങ്കിലും വേണം. അതുപോലും ഇല്ലാത്തതുകൊണ്ടാണ് പിടിച്ച് റാഗ് ചെയ്യാത്തത്. കണ്ടാലേ അറിഞ്ഞൂടെ, വെറും പഴമാണ്, വെറും കിഴങ്ങി ലുക്കാണ്. ഇതിലൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല. വീട്ടുകാരെ ഇങ്ങനെ ആയിരിക്കും. വീട്ടുകാരെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതും ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് വീട്ടുകാരെ തെറി പറയുന്നതെന്ന് ആലോചിക്കണം. ആ കോളേജ് ബസ്സിൽ മിനിമം ഒരു 30 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നതാണ്. അത്രയും പിള്ളേരുടെ ഫ്രണ്ടിൽ വെച്ചാണ് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തത്. കോളേജ് എത്തുന്നവരെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ എന്നിട്ട് ഒന്നും തേച്ച് റിയാക്ട് ചെയ്തില്ല. എന്നെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കോളേജ് എത്തുന്നവരെ. ഇത്രയും പേരുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇൻസൾട്ട് ചെയ്തത്. പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ കോളേജിൽ ചെന്നിട്ട് ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്തു, പ്രിൻസിപ്പലിന്റെ അടുത്തും കംപ്ലൈന്റ് ചെയ്തു. പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു, ദിയയുടെയും ഇഷാനിയുടെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. അഹാനയുടെ അമ്മയും എല്ലാവരും കൂടെയാണ് വന്നത്. വന്നിട്ട് ഈ അഹാന ചെയ്തത് എന്താന്ന് വെച്ചാൽ, അത്രയും പ്രായമുള്ള ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പലിനെ അങ്ങോട്ട് തട്ടിക്കയറുകയും സാറിന്റെ അടുത്ത് ചീത്ത പറയുകയും സാറിന്റെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറുകയാണ് ചെയ്തത്. ഈ അഹാന കോളേജിൽ വന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ബിച്ചെന്ന് വിളിച്ചിട്ടാണ് ഇവള് കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ സൈബർ ബുള്ളിങ് തെറ്റാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന ഇവക്ക് ഒരാളെ നേരിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത്, നേരിട്ട് തെറി പറയുന്നത്, നേരിട്ട് അവരുടെ വീട്ടുകാരെ തെറി വിളിക്കുന്നത് തെറ്റാണെന്ന് അറിയുന്നില്ല എന്നുണ്ടോ? ദിയ എന്നെ ആ സ്റ്റോപ്പിൽ നിന്ന് കയറി കോളേജ് എത്തുന്നവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാരെ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലെല്ലാം ഇടണം, ഇവൾ എന്തോ വലിയ ആളാന്നാണ് വിചാരം, ഇവളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം. ആൻഡ് ദേ വർ ലൈക്ക് അബൌട്ട് ടു ടേക്ക് മൈ പിക്ചർ. ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുത്ത് ഈ ഗ്രൂപ്പിലൊക്കെ ഇടുക എന്ന് പറയുന്നത് എന്താ സൈബർ ബുള്ളിങ് അല്ലേ? ഇതൊന്നും അറിയില്ല എന്നുണ്ട്. ആദ്യം സ്വന്തം സിസ്റ്റേഴ്സിനെ മര്യാദയ്ക്ക് നടക്കാൻ പഠിപ്പിക്കണം, എന്നിട്ട് ഈ അഹാനയും സ്വന്തമായിട്ട് വൃത്തിയായിട്ട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം. മക്കളെ നല്ലപോലെ ചിട്ടയായി വളർത്തണം എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ ആ ഫാമിലിയിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വരുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു ദുരവസ്ഥ, ഇത് ദിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സറി ആണ് എന്ന് തോന്നുന്നു. അപ്പൊ ഇതിൽ എനിക്ക് നോ കമന്റ്സ് ആണ് ഗൈസ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു ലോങ് കമന്റ് ഞാനിവിടെ നിങ്ങൾക്കൊന്ന് I feel bad for you. പക്ഷേ ഇതാണ് നിങ്ങളുടെ കർമ്മ.
ദൈവം ആദ്യം പന പോലെ വളർത്തും പിന്നെ നിലത്തിടും. നിങ്ങൾ പണ്ട് ഒതുക്കിത്തീർത്ത ബുള്ളിംഗ് ഇഷ്യൂ സ്കോർമെൻറ്റോ അതിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ നിന്ന ഒരു വിക്ടിം ആണ് ഞാൻ. എൻ്റെ മെൻ്റൽ ഹെൽത്ത് കോൺഫിഡൻസ് ഒക്കെ നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെയും അഹങ്കാരം കാരണം എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. സന്തോഷമായി ജീവിച്ചു തീർക്കേണ്ട കുറേ ഇയേഴ്സ് പോയി കിട്ടി. തെറാപ്പി, ബോഡി ഇമേജ് ഇഷ്യൂസ്, ലോ സെൽഫ് എസ്റ്റീം, ആൻസൈറ്റി ഒക്കെ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് ഫൈറ്റ് ആയിരുന്നു. നിങ്ങളുടെ ആവറേജ് ഡാൻസേഴ്സ് ആയ മക്കൾക്ക് ഡാൻസ് എന്ന സ്റ്റേജ് നിങ്ങൾ പിരിച്ചു വാങ്ങിയപ്പോൾ സ്വന്തം കഴിവിനും വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയ കുറച്ചു പേരുണ്ട്. പാസീവ് ബോഡി ഷേമിങ്, സ്കിൻ ടോണിനെ പറ്റിയുള്ള കമൻസ്, നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്ന ഒരു പാസിംഗ് ജോക്ക് ആയേക്കും. ഇത്ര ഇൻസെൻസിറ്റീവ് ആണ് ഇതൊക്കെ എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ കേരളം മൊത്തം നിങ്ങളെ ബുള്ളിങ് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ഒന്നേ പറയാനുള്ളൂ. കർമ്മ ഈസ് ബൂമറാൻ. നിങ്ങളുടെ പൊങ്ങച്ചം എലൈറ്റിസ്റ്റ് മെഡാലിറ്റിയൊക്കെ തിരിച്ചടിക്കും. നോക്കിക്കോ, കോൺഫിഡൻസ് ഒക്കെ ആക്കാം, ഓവർ കോൺഫിഡൻസ് ആകരുത്. ഇനിയുള്ള കാലമെങ്കിലും കുറച്ച് ഹംബിൾ ആൻഡ് റിയാലിറ്റിയിൽ ജീവിക്ക്. അഹാന ബാഷിംഗ് ഹർ ഓൺ കസിൻ യൂസിംഗ് എ മേജർ ലൈഫ് ട്രോമ which was life-changing for her and expecting public support for its delusional. Anyway, the only tell me ചെയ്തിട്ടില്ല. This is itself is an example of how insensitive and delulu you are. Amuma is toxic, but the moment Ahana decided to abuse her begged and withdraw all support. അതിപ്പോൾ അഹാന സ്ലെപ്റ്റ് വിത്ത് അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ പോലും യു ബിക്കം ദ സെയിം ഇവിൽ ദാറ്റ് അമുവ ഈസ്. യു ഷുഡ് ഗിവ് ഹെർ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ആൻഡ് ഗെറ്റ് ഹെൽപ്പ് ഫോർ യുവർ സെൽഫ്. അതെങ്ങനെ പഠിക്കേണ്ട സമയത്ത് അത് ചെയ്തില്ല. മക്കളെ മാറ്റേഴ്സ് ആക്കാൻ മറന്ന അവർക്കും എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്തു പഠിപ്പിച്ചില്ല. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിലും കുറച്ച് പൊതുബോധമെങ്കിലും ഉണ്ടായേനെ. ഇതിപ്പോൾ അതൊന്നും ഇല്ലാതെ പോയി. മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ഒക്കെ ആരോട് പറയാൻ? അവഗേസ്, ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ലോങ് കമന്റ് ആണ്. ഈ കമന്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അവർക്കിത് പറയാനുള്ള ഒരു റൈറ്റ് സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ റൈറ്റ് ടൈം ആയപ്പോൾ അവരത് പബ്ലിക്കിൽ വന്നിട്ട് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ശാന്തിവിള ദിനേശിന്റെ ഒരു വീഡിയോ, രണ്ടാമതായിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ്, തേർഡ് തിങ് ഒരു കമന്റ്. ഇത് 3 നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ബേസിക്കലി എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് റിച്ച്നെസ് അല്ലെങ്കിൽ എലൈറ്റിസിറ്റി ഒന്നുമല്ല നമ്മളുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. നമുക്ക് സൊസൈറ്റിയിലുള്ള ഒരു പ്രിവിലേജ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര ധനികരാണെന്നുണ്ടെങ്കിലും എത്ര ഫെയിം ഉള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ സൊസൈറ്റിയോട് കാണിക്കേണ്ട ചില ബേസിക് മര്യാദകളുണ്ട്. മാത്രമല്ല, നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള മാറ്റേഴ്സ് പബ്ലിക്കലി കൊടുന്നിട്ട് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെ കുറിച്ചിട്ട് ഇങ്ങനെ വളരെ വൾഗറായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ചിത്രീകരിക്കുക, അതിന്റെ ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ CCTV ദൃശ്യങ്ങൾ വരെ നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ പബ്ലിസിറ്റി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാമിലിക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്താണ്? പുതിയ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ വന്നും പോയിക്കൊണ്ടേക്കെ ഇരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ബേസിക് ആയിട്ട് പാലിക്കേണ്ട കുറച്ച് എത്തിക്സ് ഉണ്ട്. അത് നമ്മൾ പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചിലപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടേണ്ട ചില കാര്യങ്ങളായിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടേണ്ട ചില ബേസിക് ആയിട്ടുള്ള എത്തിക്സ് ഉണ്ടാവും, ലേണിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടേണ്ടതുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ പാലിക്കേണ്ട എത്തിക്സ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് പാലിക്കുമ്പോഴാണ് നമുക്ക് ഒരു പരിപൂർണതയിലോട്ട് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് ഒരുപാട് ഫെയിമോ അല്ലാന്നുണ്ടെങ്കിൽ റിച്ച്നെസ് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മളെപ്പോഴും നമ്മളെ താഴെ കടയിലുള്ള ആൾക്കാരെ ആണെങ്കിലും മേലെയുള്ളവരാണെങ്കിലും എല്ലാവരെയും നമ്മൾ ഈക്വൽ റെസ്പെക്ട് ആൻഡ് കൈൻഡ്നെസ് ഉള്ള ആൾക്കാരായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളുടെ വസ്ത്രത്തിലോ നിറത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏജിലോ ഇങ്ങനെയുള്ള കാര്യത്തിലോ നമ്മൾ ഒരിക്കലും ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാൻ പാടില്ല. എസ്പെഷ്യലി നമ്മളൊരു ഇൻഫ്ലുവൻസർ ഒക്കെ ആവുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ മാക്സിമം കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തു. താങ്ക്സ് ഫോർ വാച്ചിങ്.